നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ? നിങ്ങൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ചെയ്യാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇൻ എ വെരി റീസെൻറ്റ് കേസ്, കേരള ഹൈക്കോടതി ഒരു കൺസ്യൂമർ കേസിൽ മോഹൻലാലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, മോഹൻലാലാണ് മണപ്പുറം ഫിനാൻസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഈ പരസ്യം കണ്ടിട്ട്, മോഹൻലാലിൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് ഒരു കൺസ്യൂമർ മണപ്പുറം ഫിനാൻസിൽ പോയി ഗോൾഡ് ലോൺ വെച്ചു. പരസ്യത്തിൽ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളിലും കൂടുതൽ മണപ്പുറം ഫിനാൻസ് ചാർജ് ചെയ്തു. ഇതിനെ എഗൻസ്റ്റായിട്ട് കൺസ്യൂമർ കോർട്ടിൽ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ അകത്ത് മോഹൻലാലിനെയും കക്ഷി ചേർത്തു. മോഹൻലാൽ പറഞ്ഞു കൺസിഡറേഷനൊന്നുമില്ല, ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ മോഹൻലാൽ പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും കോടതി ഒഴിവാക്കിയില്ല. കാരണം അക്കോർഡിംഗ് ടു സെക്ഷൻ 218 ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, എൻഡോഴ്സ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരും എന്നാണ് കൺസ്യൂമർ കോടതി വിധിച്ചത്. മോഹൻലാൽ അതിനെതിരെ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറത്തിൽ പോയി. അവിടെയും മോഹൻലാലിനെ ഒഴിവാക്കിയില്ല. അതിനെതിരെ അപ്പീലായിട്ട് ഹൈക്കോടതി പോയി. അവിടാണ് മോഹൻലാലിനെ ഒഴിവാക്കിയത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കോർഡിംഗ് ടു സെക്ഷൻ 21 ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഡിസ്ട്രിക്ട് അതോറിറ്റി, സ്റ്റേറ്റ് അതോറിറ്റി, സെൻട്രൽ അതോറിറ്റിക്ക് 10 lakhs വരെ ഫൈൻ ഈടാക്കാൻ പറ്റും ഫ്രം ദി എൻഡോസർ, ആ പരസ്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങളൊരു പരസ്യം ചെയ്യുന്നതിന് മുന്നേ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. അഡ്വർടൈസ് റെസ്പോൺസിബിളി, അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാവും.